നമസ്തേ, ഏവർക്കും ശ്രീ വിനായക ജ്യോതിഷ വാസ്തു വിദ്യാപീഠത്തിൻ്റെ ജ്യോതിഷ അറിവുകളിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രഭാഷണം നമ്മൾ ചൊവ്വാദോഷം അല്ലെങ്കിൽ ചൊവ്വാദോഷം മാറാനും ചൊവ്വാവ്രതം അനുഷ്ഠിക്കുന്നത് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചുമാണ് ഇന്ന് നമ്മുടെ വീഡിയോ. അതായത് ചൊവ്വാഴ്ച വ്രതം എല്ലാവിധമായ കടബാധ്യതകൾ തീരാനും വിവാഹ തടസ്സങ്ങൾ നീങ്ങാനും അനുഷ്ഠിക്കുന്ന പ്രധാന വ്രതമാണ് ചൊവ്വാഴ്ച വ്രതം അഥവാ മംഗളവാര വ്രതം എന്നാണ് അറിയപ്പെടുന്നത്. ഹനുമാൻ, സുബ്രഹ്മണ്യൻ, ഭദ്രകാളി എന്നിവരെയാണ് ഈ ദിവസം പ്രധാനമായി ആരാധിക്കുന്നത്. വ്രതാനുഷ്ഠാനങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ ശുക്ലപക്ഷത്തിലെ ആദ്യത്തെ ചൊവ്വാഴ്ച വ്രതം ആരംഭിക്കുന്നതാണ് ഉത്തമം. തുടർച്ചയായി 21 അല്ലെങ്കിൽ 45 ചൊവ്വാഴ്ചകൾ വ്രതം അനുഷ്ഠിക്കുന്നത് ഫലപ്രാപ്തി നൽകുന്നതായിട്ടാണ് ആചാര്യമതം ജ്യോതിഷത്തിൽ പറയുന്നത്. അതായത് ഹോരയിലൊക്കെ നമ്മൾ ഈ കാര്യങ്ങളെപ്പറ്റി വിശദമായിട്ട് പറയുന്നുണ്ട്. ചൊവ്വാഴ്ച അതിരാവിലെ കുളിച്ച് ശുദ്ധമായി സുബ്രഹ്മണ്യ സ്വാമി, ഹനുമാൻ അല്ലെങ്കിൽ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക എന്നതാണ് ഒരു ചൊവ്വാഴ്ച ദിവസം രാവിലെ ചെയ്യേണ്ട ഒരു വ്രതാനുഷ്ഠാനം. ചുവന്ന പുഷ്പങ്ങൾ, കടുംപായസം, വെറ്റിലമാല, അവിൽ എന്നിവ വഴിപാടുമായി അവിടെ സമർപ്പിക്കാൻ നമ്മൾ ചെല്ലുന്ന ഏത് ക്ഷേത്രത്തിലാണോ, ഭദ്രകാളി ക്ഷേത്രത്തിലാണെങ്കിൽ ഉചിതമായ രീതിയിലും, ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിലാണെങ്കിൽ അവിടുത്തെ രീതിയിലുള്ള വഴിപാടുകൾ സമർപ്പിക്കുന്നതാണ് പ്രധാനം. കൂടാതെ കടുംപായസം, വെറ്റിലമാല, അവിൽ എന്നിവ വഴിപാടായി അവിടെ സമർപ്പിക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക. അന്നത്തെ ദിവസത്തെ ആഹാരക്രമത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞാൽ വ്രത ദിവസം ഒരിക്കലും ഒരു നേരത്തെ മാത്രം അരിഭക്ഷണമാണ് ഏറ്റവും ഉചിതം. അരി ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. മറ്റു സമയങ്ങളിൽ പാൽ, പഴങ്ങൾ എന്നിവ കഴിക്കാം. ഭക്ഷണത്തിൽ ഏറ്റവും അധികം ഒഴിവാക്കേണ്ട ഒരു കാര്യം ഉപ്പ് ഒഴിവാക്കണമെന്നാണ് പറയപ്പെടുന്നത്. അത് ഏറ്റവും നല്ല ശ്രേഷ്ഠമായിട്ടുള്ള കാര്യം അതാണ്. ഉപ്പ് ഒഴിവാക്കി പാകപ്പെടുത്തുന്ന ഭക്ഷണം കഴിക്കുന്നതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള കാര്യം. ഈ മന്ത്രങ്ങളെപ്പറ്റി പറഞ്ഞാൽ ഹനുമാൻ സ്വാമിയെ പ്രീതിപ്പെടുത്താൻ ഹനുമാൻ ചാലീസയോ അല്ലെങ്കിൽ ഓം ശ്രീ ഹനുമതേ നമഃ എന്ന മന്ത്രമോ ജപിക്കാം. കൂടാതെ ചൊവ്വാദോഷം മാറാൻ ഋണമോചന അങ്കാരക സ്തോത്രം ജപിക്കുന്നത് ഉത്തമമാണ്. അങ്കാരക സ്തോത്രം ലഭിക്കുന്നത് അത്യുത്തമമാണെന്നാണ് ആചാര്യമതം. ജാതകപ്രകാരം ചൊവ്വാദശാകാലമുള്ളവർ, ചൊവ്വാദോഷം മൂലം വിവാഹം തടസ്സം നേരിടുന്നവർ, പാപസാമ്യം കൂടാതെ വിവാഹം കഴിക്കേണ്ടി വന്നത് മൂലം ചൊവ്വയുടെ അനിഷ്ടങ്ങൾ അനുഭവിക്കുന്നവർ എന്നിവർക്ക് ചൊവ്വാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നത് ഉത്തമമാണെന്നാണ് ആചാര്യമതം. ഉപവാസം അനുഷ്ഠിക്കുന്നത് വളരെ അനുഗ്രഹപ്രദമാണ്. ചുവന്ന പൂക്കൾ കൊണ്ട് അങ്കാരക പൂജ, അങ്കാരക മന്ത്രം ചൊല്ലുന്നതൊക്കെ ഏറ്റവും നല്ലതാണ്. അങ്കാരക സ്തോത്രങ്ങൾ ജപിക്കുക, ഇവയൊക്കെ ചൊവ്വാഴ്ച ദിവസം അന്നേ ദിവസം രാവിലെയും വൈകിട്ടും നടത്തേണ്ട കാര്യങ്ങളാണ്. ചൊവ്വാഴ്ച വ്രതം അനുഷ്ഠിക്കുന്ന ജാതകൻ. ചൊവ്വ ഉച്ചരാശിയായ മകരത്തിൽ സഞ്ചരിക്കുന്ന കാലം ഈ വ്രതം അനുഷ്ഠിക്കുന്നത് കൂടുതൽ ഫലപ്രദമായിരിക്കും. വ്രതം ദിവസം സന്ധ്യ കഴിഞ്ഞ് ഉപ്പ് ചേർത്ത് ആഹാരം കഴിക്കരുത് എന്നാണ് വിശ്വസിക്കുന്നത്. ചൊവ്വാഴ്ച വ്രതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പം നമ്മൾ ഉച്ചയൂണ്, ഒരു നേരത്തെ ഉച്ചയൂണാണെങ്കിൽ പോലും ആ ഉച്ചയൂണിന് ഉപ്പ് ചേർക്കാത്ത ഭക്ഷണം കഴിക്കണം എന്നാണ്. കറികൾക്കായാലും മറ്റു എന്ത് കാര്യങ്ങൾക്കായാലും ഉപ്പ് ഉപയോഗിക്കരുത് എന്നാണ് പറയപ്പെടുന്നത്. രാവിലത്തെ ഭക്ഷണം ആയാലും രാവിലെ പഴങ്ങളൊക്കെ കഴിക്കുന്നതാണ് ഏറ്റവും ഉചിതം. ജാതകത്തിൽ ചൊവ്വ ഓജരാശിയിൽ നിൽക്കുന്നവർ വ്രത ദിവസം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനവും സുബ്രഹ്മണ്യ പ്രീതികരങ്ങളായ സ്തോത്രങ്ങളുടെ ജപവും നടത്തേണ്ടതാണ്. ചൊവ്വ യുഗ്മരാശിയിലാണ് നിൽക്കുന്നതെങ്കിൽ ഭദ്രകാളി ക്ഷേത്ര ദർശനമാണ് ഉത്തമം. ഭദ്രകാളി സ്തോത്ര ജപവും ഭദ്രകാളി ഗായത്രി മന്ത്രവും അന്നേ ദിവസം രാവിലെ ജപിക്കുന്നത് വളരെ ഉത്തമമാണ്. ആ ജാതകത്തിന് വലിയ നേട്ടങ്ങൾ അതുകൊണ്ട് ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത്. ഈ ചൊവ്വാദോഷ നിവാരണം ആണ് ഈ വ്രതം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ജാതകത്തിലെ ചൊവ്വയുടെ ദോഷഫലങ്ങൾ കുറയ്ക്കാൻ ഈ വ്രതം സഹായിക്കും. അതായത് ഒരു ജാതകത്തിൽ ലഗ്നാൽ 7 അല്ലെങ്കിൽ 8 ചൊവ്വ ഗ്രഹം നിന്നു കഴിഞ്ഞാൽ അവർക്ക് ചൊവ്വാദോഷമുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ അതിന് കണ്ടീഷൻസ് ഉണ്ട്. ചൊവ്വ ഇപ്പോൾ ഉച്ചക്ഷേത്രത്തിലോ സ്വക്ഷേത്രത്തിലോ അല്ലെങ്കിൽ നീചക്ഷേത്രത്തിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഈ ചൊവ്വ, അത് തന്നെയുമല്ല വ്യാഴം, ശുക്രൻ, അതുപോലെ തന്നെ കർക്കിടകം, ചിങ്ങൻ രാശിയിലൊക്കെ നിന്ന് കഴിഞ്ഞാലും, വ്യാഴത്തോടു കൂടി യോഗം ചെയ്ത് നിന്ന് കഴിഞ്ഞാലും, ശുക്രനോട് കൂടി യോഗം ചെയ്ത് നിന്നാൽ, അതുപോലെ തന്നെ ചന്ദ്രനോട് കൂടി യോഗം ചെയ്ത് നിന്നാലൊക്കെ ചൊവ്വ ദോഷം കുറഞ്ഞു കിട്ടുമെന്നാണ് പറയുന്നത്. എങ്കിലും ചൊവ്വാഴ്ച വ്രതം നോക്കുന്നത് അത്യുത്തമമാണ്. മംഗല്യ തടസ്സം മാറാനും ദീർഘമംഗല്യ യോഗത്തിനും ചൊവ്വാഴ്ച വ്രതം ഉത്തമമാണ്. ധൈര്യവും ശക്തിയും ലഭിക്കുമെന്നാണ് പറയുന്നത്. ഹനുമാനെ ആരാധിക്കുന്നതിലൂടെ, അതായത് ചൊവ്വാഴ്ച വ്രതം നോട്ട്
ഹനുമാൻ സ്വാമി ആരാധിച്ചു കഴിഞ്ഞാൽ, ഹനുമാൻ ഗായത്രി ലഭിച്ചു കഴിഞ്ഞാൽ ധൈര്യവും ശക്തിയും ആ ജാതകന് സ്വയമേവ വന്നു ചേരുമെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് സന്താനം ഭാഗ്യം ലഭിക്കാത്ത ദമ്പതിമാർ ചൊവ്വാഴ്ച വ്രതം നോക്കുകയും അതുപോലെ തന്നെ ഹനുമാൻ സുബ്രഹ്മണ്യ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തുകയും അതിനനുസരിച്ചുള്ള ഗായത്രി മന്ത്രങ്ങളും ഒക്കെ ചൊല്ലുന്നതൊക്കെ വളരെ നല്ലതാണ് സന്താന ഭാഗ്യം ലഭിക്കുവാനായി. അതുപോലെ തന്നെ കവടി പ്രശ്നം, വാസ്തു പ്രശ്നം, ആഭിചാര പ്രശ്നം, വിവാഹ മുഹൂർത്തങ്ങൾ, ജാതകം, ജാതകഗണന, സമയദോഷങ്ങൾ, ശത്രുദോഷങ്ങൾ, ആഭിചാര ദോഷങ്ങൾ, ഏലസുകൾ, യന്ത്രങ്ങൾ, ദേഹരക്ഷ എന്നിവേണ്ട എല്ലാവിധമായ ജ്യോതിഷ സംബന്ധമായ സേവനങ്ങൾക്ക് നമ്മളെ വിളിക്കുക. നമ്മളെ വിളിക്കേണ്ട നമ്പർ 9553049953. ഏവർക്കും നന്ദി, നമസ്കാരം.